നമസ്കാരം. നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത് ലീഡർ എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണ്. അത് ഓൺലൈൻ പ്രൊഡക്റ്റാണ്. അതിൻ്റെ സിറ്റി റൈഡർ എന്ന് പറഞ്ഞൊരു ഹൈബ്രിഡ് മോഡലിനെ പറ്റിയാണ് നമ്മളിന്നിവിടെ പറയാൻ പോകുന്നത്. അതായത് ഇങ്ങനത്തെ ഓൺലൈൻ പ്രൊഡക്റ്റുകൾ അതായത് ഒരുപാടുണ്ട്. ലീഡർ, കാർഡിയാക്ക്, അങ്ങനെ ഒരുപാട് ബ്രാൻഡുകൾ നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ ബ്രാൻഡുകളെടുത്ത് പെട്ടുപോകാതിരിക്കാൻ വേണ്ടിയുള്ള ഒരു വീഡിയോ ആണിത്. അങ്ങനെ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ പ്രൊഡക്റ്റ് നമ്മൾ ഓൺലൈനിൽ കാണുമ്പോൾ നമ്മൾ വിശ്വസിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതെല്ലാം ഷിമാനോ കമ്പോണൻസ് ആണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷേ ഇതെല്ലാം ഒറിജിനലായിട്ടുള്ള ഷിമാനോ അല്ല. ഇതെല്ലാം രണ്ട് ഷിഫ്റ്റർ, എഫ് ഡി, ബാക്ക് ആർ ഡി, അതായത് റിയർ ഡിറെയിലർ, പിന്നെ ഷിമാനോൻ്റെ കസറ്റ് എന്നൊക്കെ പറഞ്ഞാണ് അവർ കൊടുത്തേക്കുന്നത്. പക്ഷേ ഷിമാനോ അല്ല, പേര് പോലും എഴുതിയിട്ടില്ല. പിന്നെ ഡിസ്ക് ബ്രേക്ക് വരുന്നത് കുറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഡിസ്ക് ബ്രേക്ക് പിന്നെ നമുക്ക് ഒരു 400 റേഞ്ച് തുടങ്ങി ചെയ്സ് അങ്ങനെയുള്ള കുറഞ്ഞ ബ്രാൻഡുകളുടെ ലോക്കൽ ഇത് അവൈലബിൾ ആണ്, നമുക്ക് ചേഞ്ച് ചെയ്യാം. പിന്നെ ഇതിൻ്റെ പോരായ്മ എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഗിയർ, ഫ്രണ്ട് ഗിയർ ഇതിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബോട്ടം ബ്രാക്കറ്റ് ചെറുതാക്കണം. കാരണം ഈ ക്രാങ്ക് കുറച്ച് അകത്തേക്ക് പോയാലാണ് ഇതിൻ്റെ ഗിയർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. കാരണം ഇതിപ്പോൾ നമ്മൾ ഹൈ ഗിയറിലിട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഗിയറിലും സെക്കൻഡ് ഗിയറിലും വർക്ക് ചെയ്യും, ലോ ഗിയർ വർക്ക് ചെയ്യില്ല. ലോ ഗിയറിലിട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ലോ ഗിയറും സെക്കൻഡ് ഗിയറും വർക്ക് ചെയ്യും, ഹൈ ഗിയറിൽ വർക്ക് ചെയ്യില്ല. അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഇതിൻ്റെ ആക്സിലിൻ്റെ ലെങ്ത്ത് കുറവാണ്, ബോട്ടം ബ്രാക്കറ്റ്. അപ്പോൾ ബോട്ടം ബ്രാക്കറ്റിൻ്റെ ലെങ്ത്ത് കുറക്കണമെങ്കിൽ കൂടി വേറെ ബോട്ടം ബ്രാക്കറ്റ് ഇടണം. അതൊരു നല്ല ബോട്ടം ബ്രാക്കറ്റ് ഒരു 750 എടുത്ത് ചാർജ് വരുന്നുണ്ട്. നമുക്കത് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ സർവീസ് ചാർജ് ഒരു 350-400 അടുത്ത് വരും. അപ്പോൾ അങ്ങനെ അതിപ്പോൾ നമുക്ക് അങ്ങനെ ചേഞ്ച് ചെയ്തെടുക്കാം. പിന്നെ ഷിഫ്റ്റിങ്, ബാക്ക് ഷിഫ്റ്റിങ് പ്രോപ്പർ ആവണമെന്നുണ്ടെങ്കിൽ ഒരു TY 300 എങ്കിലും ഇടണം. അതാണ് അത്യാവശ്യം നല്ലൊരു ഡിറെയിലർ ബാക്ക് വരുന്നത്. എന്നാലേ പ്രോപ്പറായിട്ട് നമുക്ക് ഗിയർ വർക്ക് ചെയ്യുള്ളൂ. പിന്നെ ഈ വണ്ടിയുടെ പോരായ്മ എന്ന് വെച്ചാൽ ഇപ്പോൾ ഈ ഷിഫ്റ്റർ ഇങ്ങനത്തെ ഷിഫ്റ്ററുകൾ നമുക്ക് ഒരു ഗ്യാരണ്ടിയും പറയാൻ പറ്റില്ല. കൂടി വന്നൊരു 3 മാസം അല്ലെങ്കിൽ 4 മാസം അത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഷിഫ്റ്റർ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഈ ഈസി ഫയർ 500 എന്ന് പറഞ്ഞ മോഡൽ ഷിഫ്റ്റർ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ ചാർജ് വരുന്നത് 1100 രൂപ. 950 തുടങ്ങിയിട്ടുണ്ട്. 950 തുടങ്ങി 1100 വരെ ഈസി ഫയർ ഷിഫ്റ്റർ ചാർജ് വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് പിന്നീട് വണ്ടി വാങ്ങിച്ച് കഴിഞ്ഞിട്ട് ഒരു 3 മാസം കഴിഞ്ഞ് മാറുമ്പോൾ പിന്നെയും ചിലവാണ്. അങ്ങനെ എല്ലാം ചേഞ്ച് ചെയ്ത് വരുമ്പോഴത്തേക്ക് 20,000 രൂപ എടുത്ത് ചാർജ് വരുന്നുണ്ട്. അപ്പോൾ ആ പൈസ ഉണ്ടെങ്കിൽ നമുക്ക് വേറൊരു വണ്ടി, നല്ലൊരു വണ്ടി എടുക്കാം, അലോയ് ഫ്രെയിമിലെടുക്കാം. ഇതിപ്പോൾ സ്റ്റീലാണ്. ഇതിലിപ്പോൾ അലോയ് പാർട്സ് ആയിട്ട് വരുന്നത് ആകെ ഒരു പോർഷൻ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സ്റ്റെമ്മ് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം സ്റ്റീലാണ്. ഒരു പാർട്സ് പോലും അലോ ഇല്ല. പിന്നെ റിമ്മ്, പിന്നെ ഒരു അലോ വരുന്ന പാർട്സ് റിമ്മാണ്, ഡബിൾ വാൾ റിമ്മ് വരുന്നുണ്ട്. പിന്നെ ഇതെല്ലാം ഒറ്റ സൈസിലാണ് വരുന്നുള്ളൂ. അതാണ് വേറൊരു പോരായ്മ. ഇപ്പോൾ ഇത് ഒരുപാട് ഹൈറ്റ് കുറവുള്ളവർക്കും ഒരുപാട് 175 മേളിലുള്ളവർക്കും പിന്നെ 155 താഴെയുള്ളവർക്കും ഇങ്ങനത്തെ സൈക്കിളുകൾ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നമ്മളൊരു സൈക്കിൾ ചൂസ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ഹൈറ്റിന് പറ്റിയ സൈക്കിളാണോ എന്നുള്ളത് സെർച്ച് ചെയ്തിട്ട് നമ്മുടെ ഹൈറ്റിന് പറ്റിയ സൈക്കിളാണോ എന്ന് നോക്കിയിട്ട് വാങ്ങാൻ ശ്രമിക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ചവിട്ടാൻ പറ്റില്ല. ഒരുപാട് ബോഡി പ്രോബ്ലംസ് വരും, മുട്ടിന് തേയ്മാനം, നടുവേദന, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനത്തെ ഓൺലൈൻ പ്രോഡക്റ്റ് എടുക്കുന്നതിന് മുമ്പ് നോർമൽ ഏതെങ്കിലും സൈക്കിൾ ഷോറൂമുകളിൽ പോയിട്ട് നമ്മുടെ ബഡ്ജറ്റിന് പറ്റിയ വണ്ടികളുണ്ടോ എന്നുള്ളതൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുക. എന്നിട്ട് മാത്രം വാങ്ങുക. വില കുറവുണ്ട് ഡയറക്റ്റ് നമ്മൾ ഇങ്ങനത്തെ വണ്ടികൾ പർച്ചേസ് ചെയ്യാതിരിക്കുക. ഈ വണ്ടി ഇവിടെ വന്നപ്പോൾ 3 മെയിനായിട്ടുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ഒന്ന്, ബാക്ക് ഗിയർ പ്രോപ്പറായിട്ട് ട്യൂൺ ആയത്, പ്രോപ്പറായിട്ടല്ലായിരുന്നു വീഴുന്നത്. അത് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് ഫ്രീ വീലിൻ്റെ കുഴപ്പം, പിന്നെ ഷിഫ്റ്റർ ഒറിജിനലല്ല, ചാത്തനാണ്. അപ്പോൾ അതിൻ്റേതായ ഡിലേ ഉണ്ട്. ഇപ്പോൾ ലിവറിനൊക്കെ കണ്ടില്ല, നല്ല പ്ലേയർ, അത്രയും പ്ലേ ഒന്നൊരു ലിവറിന് വരാൻ പാടില്ല. പിന്നെ സെക്കൻഡ് പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഫ്രണ്ട് ഡിറെയിലർ, അത് FD നമുക്കിപ്പോൾ ലോ ഗിയറിലിട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ തേർഡ് ഗിയറിലേക്ക് വീഴില്ല, തേർഡ് ഗിയറിലിട്ട് ട്യൂൺ ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് വീഴില്ല. അതാണ് മെയിനായിട്ട് വന്ന 2 പ്രശ്നങ്ങൾ. പിന്നെ മൊത്തത്തിൽ വീല് ഹബ്ബ് ഭയങ്കര ഷേക്കുണ്ടായിരുന്നു, ഫ്രണ്ടും അതെ. അപ്പോൾ അതൊന്ന് ഇതായിട്ട് കൊണ്ടുവന്നതാണ്, ചെക്കപ്പ് ചെയ്യാനായിട്ട് കൊണ്ടുവന്നതാണ്. പക്ഷേ ഇത് ഒരു 2-2.5 മണിക്കൂറോളം ഈ സൈക്കിളിന് വേണ്ടി നഷ്ടപ്പെടുത്തിയെന്ന് വേണ്ടി പറയാം. ഇപ്പോഴും ഇത് റെഡി ആയിട്ടില്ല. ഇത് റെഡി ആവണമെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോൾ ഇതിൻ്റെ ബോട്ടം ബ്രാക്കറ്റ് മാറണം, എന്നിട്ട് ക്രാങ്ക് കുറച്ചും കൂടി അടുപ്പിക്കണം, എന്നാലാണ് അത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുള്ളൂ. RD യും FD പിന്നെ ഈ ഷിഫ്റ്റർ അടക്കം എല്ലാം ചാത്തൻ സാധനമാണ് വരുന്നത്. ഒറിജിനൽ ഷിമാനോ അല്ല.
ഇതിൽ ഷിമാനോ എന്നൊക്കെ അവർ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഒറിജിനലും ഡ്യൂപ്ലിക്കേറ്റും തമ്മിലുള്ള വ്യത്യാസം കാണിച്ചു തരാം. എടുത്തരാം. ഇതാണ് ഒറിജിനൽ ഷിമാനോ. അപ്പോൾ ഇതിൽ പഞ്ചിങ് ആണ് വന്നേക്കുന്നത്, പക്ഷേ ഇതിൽ സ്റ്റിക്കറാണ്. അതൊന്നും പിടിച്ചേ, എൻ്റെ പ്ലേ കാണിച്ചു കൊടുക്കും. ഈ ലിവർ നമുക്ക് പ്ലേ ഉണ്ടാവില്ല, കാണിച്ച് ഒട്ടും പ്ലേ ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് ഇവരുടെ ഈ ചാത്തൻ ലിവറിൽ ഇതുണ്ട്, ഒരു ലിവർ ഫുൾ പ്ലേ ആണ്. പിന്നെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് വ്യത്യാസമുണ്ട്. അതായത് ഈ ലോ ഇൻഡിക്കേഷൻ സ്വിച്ച് വ്യത്യാസമുണ്ട്. നമുക്ക് ഒറ്റ നോട്ടത്തിലൊന്നും ഇത് ശരിക്കും കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷെ നമുക്ക് ആ ഷിഫ്റ്റിങ്ങിൻ്റെ ഡിലേയും എല്ലാം നമുക്ക് അറിയാൻ പറ്റും. അതായത് ഗിയർ ഒരിക്കലും പ്രോപ്പർ ആവില്ല ബാക്കിലും അതെ ഫ്രണ്ടിലും അതെ. ഇപ്പോൾ ഫ്രണ്ടിൽ ഇപ്പോൾ ഈ വണ്ടിയുടെ കംപ്ലയിൻ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആക്സിൽ ബെൻഡായിരുന്നു. അത് ഞാൻ വീഡിയോ ആഡ് ചെയ്യാം. അതായത് ബാക്ക് ആക്സിൽ ബെൻഡാണ് വന്നപ്പോൾ തന്നെ. പുതിയ വണ്ടിയാണ് ഇത്, കാണുമ്പോൾ സർവീസ് വണ്ടി പോലെ ഉണ്ട്, പക്ഷേ പുത്തൻ വണ്ടി വന്നതാണ്. പിന്നെ ഫ്രണ്ടിലെ ഗിയറിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കറക്റ്റ്, അതായത് 3 സ്പീഡ് ക്രാങ്കാണ്. നമ്മൾ തേർഡിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ തേർഡിലേക്ക് കയറില്ല. അപ്പോൾ തേർഡിലേക്ക് ഇടുന്നത് നമ്മൾ റെഡി ആയി കഴിഞ്ഞാൽ ഏറ്റവും ലോ ഗിയർ, അതായത് ഫസ്റ്റ് ഗിയറിലേക്ക് പോവില്ല. അതാണ് അതിൻ്റെ ഒരു പ്രശ്നം. അത് മാറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ ക്രാങ്ക് ബോട്ടം ബ്രാക്കറ്റ് ചേഞ്ച് ചെയ്യേണ്ടി വരും. അതായത് ഈ ക്രാങ്ക് കുറച്ചുകൂടി ഉള്ളിലേക്ക് അടുക്കണം. അപ്പോൾ കുറച്ച് ലെങ്ത് കുറഞ്ഞ ബോട്ടം ബ്രാക്കറ്റ് നമ്മൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനൊരു 750 രൂപ നല്ല ബോട്ടം ബ്രാക്കറ്റ് വരും. പിന്നെ ചെയിൻ ഇതിൽ കൊടുത്തേക്കുന്നത് FFC എന്നാണ് അതിൽ പേര് വന്നേക്കുന്നത്. ചെയിൻ പിന്നെ കുഴപ്പമില്ല, നമുക്കൊരു ഇപ്പോൾ കുറഞ്ഞതാണെങ്കിൽ ഒരു 350-400 റേഞ്ച് വരുന്നുണ്ട്. ഇത് പക്ഷേ അതിലും കുറഞ്ഞ റേഞ്ചിലുള്ള ചെയിനാണ് ഇട്ടേക്കുന്നത്. FFC എന്നാണ് അതിൽ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ ഒറിജിനൽ KMC ആണെങ്കിൽ നമുക്ക് KMC എന്നുണ്ടാവും. അപ്പോൾ ഈ Z എന്നൊക്കെയുള്ള ലോഗോ കറക്റ്റായിട്ട് അവർ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ചാത്തൻ ചെയിനാണ് ഇട്ടേക്കുന്നത്. ഇതുണ്ടല്ലേ, ഒരു സൈക്കിൾ സ്റ്റാൻഡ് പോലും മര്യാദക്ക് പ്രോപ്പറായിട്ട് ഡിസൈൻ ചെയ്യാൻ അറിയാൻ പാടില്ലാത്തവന്മാരാണ് വണ്ടി ഇറക്കിയേക്കുന്നത്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഒരു ചരിവുണ്ട്. ഇത് എവിടെയെങ്കിലും പറ്റി കഴിഞ്ഞാൽ വണ്ടിയുടെ മുമ്പിലേക്ക് ജസ്റ്റ് ഒരു ഇത് മതി, കണ്ട തന്നെ വീണു. അപ്പോൾ അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഓൺലൈൻ പ്രൊഡക്റ്റുകൾ എടുത്ത് പെട്ടുപോകാതിരിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ എൻ്റെ നമ്പർ കൊടുക്കാം, വിളിച്ച് ചോദിക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു.